പല ബില്യണേഴ്സും വിദേശ രാജ്യങ്ങളിൽ വെക്കേഷൻ ആഘോഷിക്കാൻ പോകുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട സൂപ്പർ കാറുകൾ ഗരാജിൽ പൂട്ടിയിട്ടിട്ട് പോകേണ്ടതായി വരാറുണ്ട്. ഈ ഒരു വിഷയം പലർക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങളുടെ ബുഗാട്ടിയും ലംബോർഗിനിയും ഒക്കെ ലോകയാത്ര പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ സാധിച്ചാലോ? അത് അടിപൊളിയായിരിക്കും അല്ലേ? ഇപ്പോൾ ബുഗാട്ടി, ലംബോർഗിനി പോലുള്ള വലിയ കാർ ബ്രാൻഡുകൾ ലക്ഷറി യാട്ടുകളുടെ നിർമ്മാണത്തിലേക്കും കാലെടുത്ത് വെച്ചിട്ടുണ്ട്. മുൻപൊരു വീഡിയോയിൽ നമ്മൾ മെർസിഡീസിന്റെ ആഡംബര യാട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലറായ ചില ലക്ഷറി കാർ ബ്രാൻഡുകൾ നിർമ്മിച്ച യാട്ടുകളെ കുറിച്ചാണ്. അപ്പോൾ പിന്നെ അധികം സമയം കളയാതെ നേരെ വിഷയത്തിലേക്ക് കടക്കാം. ബുഗാട്ടി നിനിയേറ്റ് 66. കഴിഞ്ഞ വർഷം ബുഗാട്ടി അവരുടെ ഒരു യാട്ട് മോഡൽ നിർമ്മിച്ചെടുത്തു. ഈ ഒരു യാട്ട് ബുഗാട്ടിയും പാൽമർ ജോൺസൺ എന്ന യാട്ട് മേക്കർ കമ്പനിയും ചേർന്നുള്ള കൊളാബറേഷനിൽ നിർമ്മിച്ചതാണ്. പാൽമർ ജോൺസൺ എന്ന കമ്പനി സ്ലീക്ക് ഡിസൈനിലുള്ള സ്പോർട്ട് യാട്ടുകൾ നിർമ്മിക്കുന്നതിൽ ലോക പ്രസിദ്ധമാണ്. ബുഗാട്ടി കാറിൽ ലഭിക്കുന്ന എല്ലാ കംഫോർട്ടും ലക്ഷറിയും ഈ ഒരു യാട്ടിലും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലത്തെ വെറും 66 എണ്ണം മാത്രമേ ഇവർ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഒരുപക്ഷെ അതിൻ്റെ റെയറിറ്റി നിലനിർത്താൻ വേണ്ടിയായിരിക്കും ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. രണ്ട് വലിയ കമ്പനികൾ കൈകോർത്ത് നിർമ്മിക്കുന്ന ഈ ഒരു യാട്ട് ക്വാളിറ്റിയുടെയും സേഫ്റ്റിയുടെയും കാര്യത്തിൽ ഒട്ടും മോശമായിരിക്കില്ലല്ലോ. ഏതാണ്ട് 44 നോട്ട്സ് വേഗതയിൽ വരെ വളരെ സ്മൂത്തായി സഞ്ചരിക്കാൻ ബുഗാട്ടിയുടെ യാട്ടുകൾക്ക് സാധിക്കും. യാട്ടിൻ്റെ ഈ ഒരു സ്ലിമ്മായ ഷേപ്പ് കാരണം മറ്റ് യാട്ടുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഇന്ധനത്തിൽ കൂടുതൽ ദൂരം ഇവയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല ഇന്ധനക്ഷമതയുള്ള യാട്ടാണിത്. വളരെ വലിയ ഒരു ഫ്യൂവൽ ടാങ്ക് ആണ് ഇതിലുള്ളത്. ഏതാണ്ട് 3000 ലിറ്റർ ആണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. 20 മീറ്ററോളം നീളമുണ്ട് ഇത്തരം യാട്ടുകൾക്ക്. ഇത്രയും പവർഫുള്ളായ യാട്ടിന് ഒരു പവർഫുള്ളായ എഞ്ചിനും ഉണ്ടാകുമല്ലോ. 2 MAN V8 എഞ്ചിനുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു യാട്ടിൻ്റെ ഡിസൈൻ നോക്കൂ. ബുഗാട്ടി ഷെറോണിന് നൽകിയിരിക്കുന്ന അതേ ഡിസൈനിൽ തന്നെയാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. മറ്റ് സൂപ്പർ കാറുകളിൽ നിന്ന് ബുഗാട്ടി ഷെറോണെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം ഈ ഒരു കേർവ്ഡ് ലൈൻ ഡിസൈനാണ്. ഈ ഒരു ലൈനാണ് ബുഗാട്ടിയുടെ ഫ്രണ്ട് പോർഷനെയും ബാക്ക് പോർഷനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ ഒരു കർവ് ഉള്ളിലേക്കുള്ള എയർ ഫ്ലോ വർദ്ധിപ്പിക്കുകയും അതിലൂടെ എൻജിൻ കുറച്ചുകൂടെ വേഗത്തിൽ കൂളാകാനും സഹായിക്കും. എന്നാൽ നിനിയേറ്റ് 66ലുള്ള ഈ ഒരു കർവ് വെറുതെ ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. ഈ ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു ബുഗാട്ടി കാർ തന്നെയാണോ കടലിലൂടെ പോകുന്നത് എന്ന് പലർക്കും തോന്നിയേക്കാം. വളരെ സ്ലീക്ക് ഡിസൈനിലാണ് യാട്ടിൻ്റെ ഹള്ളും ഡെക്കും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നങ്കൂരം ഇതിൻ്റെ ഉള്ളിലായാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോഴുള്ള ഇതിൻ്റെ സ്ലീക്ക് ഡിസൈൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഉള്ളിലേക്കായി നിർമ്മിച്ചത്. മറ്റു വിനോദങ്ങൾക്കെല്ലാമായി ഒരു ചെറിയ ഏരിയ ഈ ഒരു യാട്ടിൻ്റെ മുൻഭാഗത്ത് നമുക്ക് കാണാം. ഇത് സാധാരണ നമ്മൾ സംസാരിക്കാറുള്ള യാട്ടുകളുടെ അത്ര വലിപ്പമൊന്നുമില്ല. പക്ഷേ അതിൽ ലഭിക്കുന്ന മിക്ക സുഖ സൗകര്യങ്ങളും ഇതിലും ലഭിക്കും. ഇതിനുള്ളിൽ ഒരു ജക്യൂസി ടബ് നിർമ്മിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഫയർ പ്ലേസും ഇതിലെ ലിവിംഗ് ഏരിയയിൽ നമുക്ക് കാണാം. ഇതിലെ ഏറ്റവും മികച്ച ഫീച്ചർ എന്ന് ആളുകൾ അഭിപ്രായപ്പെടുന്നത് ഇതിലുള്ള ഇൻബിൽഡ് ഷാമ്പെയിൻ ബാർ ആണ്. അതുകൂടാതെ സൺഡെക്കിൽ ഒരു നല്ല ലൗഞ്ചിങ് ഏരിയയും നിർമ്മിച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇറങ്ങാനായുള്ള ഒരു അടിപൊളി സ്റ്റെയറും ഈ ഒരു ലോഞ്ചിന് സൈഡിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. യാട്ടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിലുള്ള സ്ലീക്നെസ് ഇന്റീരിയർ ഡിസൈനുകളിലും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. കേർവ്ഡ് ആയിട്ടുള്ള സീറ്റുകളും ചുവരുകളും നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള ബെൻസ് യാട്ടിൻ്റെ ഇന്റീരിയറിനോട് എവിടെയൊക്കെയോ സാമ്യമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. കൗച്ചിന് ഒരു ഹോർഷൂ ഷേപ്പാണ് നൽകിയിരിക്കുന്നത്. ബുഗാട്ടി കാറുകളിലുള്ള ആ ഒരു ഡിസൈനാണ് ചുവരിനും സീലിങ്ങിനും നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ഒരു മാസ്റ്റർ സ്വീറ്റും ഇതിനുള്ളിലുണ്ട്. വളരെ മൃദുവായ ലെതർ കൊണ്ടും പോളിഷ്ഡ് മെറ്റൽ കൊണ്ടുമാണ് ഈ ഒരു റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിൽ ഒരു കൗച്ചും പിന്നെ സീലിങ്ങിലായി ഒരുപാട് ലേസർ കട്ട് വിൻഡോകളും കാണാം. ഇതിനുള്ളിൽ വളരെ അടിപൊളി ഒരു ബാത്റൂം ഉണ്ട്. മാർബിളും മറ്റ് ആഡംബര വസ്തുക്കളുമൊക്കെ ഉപയോഗിച്ചാണ് ഇത് അലങ്കരിച്ചിരിക്കുന്നത്. ബുഗാട്ടി ഇതിലെ ബാത്റൂമുകളുടെ ഫോട്ടോസ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അതും മറ്റു റൂമുകൾ പോലെ തന്നെ വളരെ മികച്ചതായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഒരു സിങ്കും മൈക്രോവേവും ഫ്രിഡ്ജും ഒക്കെ അടങ്ങിയ ഒരു കിച്ചണും ഇതിനുള്ളിലുണ്ട്. ഇതുകൂടാതെ മറ്റു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ റൂമുകൾ ഇതിലുണ്ട്. റോക്ക് ക്ലൈംബിംഗ് റൂം, സോൾട്ട് റൂം, മെഡിറ്റേഷൻ റൂം തുടങ്ങിയവയാണ് അതിൽ ചിലത്. ഈ ഒരു യാട്ട് ബുഗാട്ടി ഡിസൈൻ ചെയ്തപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ബുഗാട്ടി ഷെറോണിന്റെ ഡിസൈൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിലെ സ്റ്റിയറിംഗ് വീലും സിസ്റ്റംസും ഒക്കെ കാണുമ്പോൾ ഒരു സ്പേസ്ഷിപ്പിന്റെ കോക്പിറ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം, ഞാൻ ബുഗാട്ടി വാഹനങ്ങളുടെ വലിയ ആരാധകനാണ്. എന്നാൽ എനിക്ക് അതിലും ഇഷ്ടം ലംബോർഗിനിയാണ്. ലംബോർഗിനിയും ഇതുപോലൊരു യാട്ട് നിർമ്മിച്ചിട്ടുണ്ട്.
ടെക്നോമാർ 63 എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. ലംബോർഗിനിയും ഇറ്റാലിയൻ സി ഗ്രൂപ്പ് എന്ന ഫേമും ചേർന്നാണ് ടെക്നോമാർ 63 നിർമ്മിച്ചെടുത്തത്. അഡ്മൈറൽ യാട്ട്സ് ഇറ്റാലിയൻ സി ഗ്രൂപ്പിന് കീഴിൽ വരുന്ന ഒരു കമ്പനിയാണ്. വളരെ മികച്ച ഒരുപാട് യാട്ടുകൾ ഈ ഒരു കമ്പനി നിർമ്മിച്ചിട്ടുണ്ട്. യാട്ടിന് ടെക്നോമാർ 63 എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട്. ലംബോർഗിനി എന്ന കാർ കമ്പനി സ്ഥാപിക്കുന്നത് 1963-ലാണ്. അതുപോലെ ഈ ഒരു യാട്ടിന് 63 അടി നീളവുമുണ്ട്. അതുമാത്രമല്ല, ഇത് വെറും 63 എണ്ണം മാത്രമേ വിൽക്കുന്നുമുള്ളൂ. ഇതിൻ്റെ വില വരുന്നത് ഏതാണ്ട് $3.4 മില്യൺ ആണ്. ഏകദേശം 26,80,00,000 രൂപ. ഇതേ മോഡലിൻ്റെ തന്നെ കസ്റ്റമൈസ് ചെയ്ത യാട്ടുകളും നിർമ്മിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ വിലയ്ക്കായിരിക്കും വിൽക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ടെക്നോമാർ 63-ൽ ഉപയോഗിച്ചിരിക്കുന്നത് 2 24.2 ലിറ്റർ മാൻ V12 ഡീസൽ എഞ്ചിനുകളാണ്. 2000 ഹോഴ്സ് പവർ വരെ പ്രൊവൈഡ് ചെയ്യാൻ ഈ എഞ്ചിനുകൾക്ക് സാധിക്കും. ഈ ഒരു യാട്ടിന് 18 അടി വീതിയും 24 ടൺ ഭാരവുമുണ്ട്. കാർബൺ ഫൈബർ ഉപയോഗിച്ചാണ് കൂടുതൽ ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു യാട്ടിൻ്റെ വളരെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമാണ് ലംബോർഗിനി ഇതുവരെ പുറത്തു പറഞ്ഞിട്ടുള്ളൂ. ലംബോർഗിനിയുടെ സിയാൻ FKP 37 എന്ന ഈ ഒരു മോഡലിൻ്റെ ഡിസൈനാണ് യാട്ടിന് നൽകിയിരിക്കുന്നത്. 200 മൈൽസ് പെർ അവർ ആണ് ഈ ഒരു കാറിൻ്റെ മാക്സിമം വേഗത. എന്നാൽ യാട്ടിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 69 മൈൽസ് പെർ അവർ ആണ്. നന്നായി വളഞ്ഞിട്ടുള്ള ഈ ഒരു ഹാർഡ് ടോപ്പ് സൺ എക്സ്പോഷർ കുറയ്ക്കാനും എയ്റോഡൈനാമിക്കലി നല്ലൊരു ഷേപ്പും യാട്ടിന് നൽകുന്നു. കാറിൻ്റേതുപോലെ തന്നെ വൈ ഷേപ്പിലുള്ള ഹെഡ്ലാമ്പാണ് യാട്ടിനും നൽകിയിരിക്കുന്നത്. ലംബോർഗിനി കാറുകളുടെ കോക്പിറ്റിന് സാമ്യമായ ഡിസൈനാണ് യാട്ടിൻ്റെ കോക്പിറ്റിനും നൽകിയിരിക്കുന്നത്. ഫ്ലോറിലെ LED ലൈറ്റ് സ്ട്രിപ്പുകൾ യാട്ടിന് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് നൽകുന്നു. 2 വ്യത്യസ്തമായ ഇൻറ്റീരിയർ ഡിസൈനുകളിലുള്ള മോഡലുകൾ ലംബോർഗിനി ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ കളർ വേരിയന്റുകളും. ഇത്രയൊക്കെയാണ് ചില ലക്ഷറി സൂപ്പർ കാറുകൾ നിർമ്മിക്കുന്ന യാട്ടുകളെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൽ ഏത് ബ്രാൻഡിൻ്റെ യാട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ബുഗാട്ടിയോ അതോ ലംബോർഗിനിയോ? കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കണ്ടന്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മിസ്റ്റർ ലക്ക്. See you next time.